ഫിനിഷിംഗ് പോയിന്റിൽ മാസ് ഡ്രില്ലൊക്കെ പൂർത്തിയാക്കി സിംബാബ്വേയിൽ നിന്നുള്ള രാഷ്ട്രീയ അതിഥിക്ക് തുഴകളൊക്കെ ഉപയോഗിച്ചുള്ള ഒരു സല്യൂട്ട് നൽകലൊക്കെ നമ്മുടെ ഒരു ആദരമർപ്പിക്കലൊക്കെ അതിമനോഹരമായ കാഴ്ചയായിരുന്നു. അതിനുശേഷം മത്സരത്തിൽ പങ്കെടുക്കുന്ന ചുണ്ടൻ വള്ളങ്ങളെല്ലാം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ള ഏകദേശം അടുത്തെത്താറാകുന്നു, ആ പാലത്തിനോട് അടുപ്പിച്ച് എത്താറാകുന്നു എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. എല്ലാ ചുണ്ടൻ വള്ളങ്ങളും തന്നെ ഇവിടുന്ന് പോയി ഇനി ഈ ട്രാക്കൊക്കെ ക്ലിയർ ചെയ്യുന്നു. ഈ ഫിനിഷിംഗ് പോയിന്റ് കഴിഞ്ഞുള്ള ഭാഗത്ത് ആളുകൾ കാണാൻ വേണ്ടിയൊക്കെ ബോട്ടുകളിലൊക്കെ ഉണ്ട്. അവരെയൊക്കെ പരമാവധി ഒതുക്കി നിർത്തുന്ന ജോലികളാണ് ഇപ്പോൾ പോലീസ് ഏർപ്പെട്ടിരിക്കുന്നത്. രസകരമായ കാര്യം, സാധാരണ ഇവിടുത്തെ ആളുകൾ അവർ കായലിൽ എന്താ പറയുക നീന്തിക്കൊണ്ട് ഈ കാഴ്ച കാണുന്നത് അതെല്ലാ കൊല്ലം ഉള്ളതാണ് അത്തരം കാഴ്ചകളൊക്കെ ആളുകൾ. കാരണം അത്ര തിരക്കാണ്, നിൽക്കാനും ഇരിക്കാനും സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. നമ്മൾ തന്നെ തിങ്ങി ഞെരുങ്ങി ഇരുന്നാണ് ഇപ്പോൾ ഇത് ചിത്രീകരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും മഴയൊക്കെ ഒന്ന് ഉച്ചവരെ ആകെ ഒരു രസം കെടുത്തുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും മഴയൊക്കെ മാറി നിൽക്കുന്നു. കാർമേഘം ഉണ്ടെങ്കിലും മഴയൊക്കെ മാറി നിൽക്കുന്നു. ഇനി അത്യാവേശത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. സമയം 3:23 ആയിരിക്കുന്നു. 3 മണി എന്നാണ് പറഞ്ഞപ്പോൾ 23 മിനിറ്റ്, അരമണിക്കൂറോളം വൈകും. ഇനിയൊരു 15 മിനിറ്റെങ്കിലും എടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുന്ന് എല്ലാ ചുണ്ടൻ വള്ളങ്ങളും അവിടെ ചെന്ന് അവരുടെ ഹീറ്റിനനുസരിച്ച് അണിനിരക്കണം. ആദ്യ ഹീറ്റ്സിൽ അണിനിരക്കാൻ പോകുന്നത് ആനാരി കൈനഗിരി ടൗൺ ക്ലബ്ബ് തുഴയുന്ന ആനാരി വള്ളം, ഒപ്പം തന്നെ സെൻറ് ജോസഫ് ബോട്ട് ക്ലബ്ബ് കായൽപ്പുറത്തിൻ്റെ വെള്ളംകുളങ്ങര ചുണ്ടൻ, കരുവാറ്റ ശ്രീവിനായകൻ മാങ്കുമ്പ് ബോട്ട് ക്ലബിൻ്റെ കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ്. അങ്ങനെ അവർ ആ 4 ചുണ്ടൻ വള്ളങ്ങളാണ് ആദ്യ ഹീറ്റ്സ് നമ്പർ 1-ൽ മത്സരിക്കാൻ പോകുന്നത്. തുടർന്ന് അങ്ങോട്ട് കരുവാറ്റ പുത്തൻചുണ്ടൻ, ചെറുതന, നടുവിലെപ്പറമ്പൻ, പായപ്പാടൻ നമ്പർ 2, ചമ്പക്കുളം, തലവടി ചുണ്ടൻ, മേൽപ്പാടം, ആലപ്പാടൻ, സെൻറ് ജോർജ്, നടുഭാഗം, നിരണം, ആയപ്പറമ്പ്, അങ്ങനെ പോകുന്നു ചുണ്ടൻവള്ളങ്ങളുടെ നിര. പിന്നെ സെൻറ് പൈസ്, ജവഹർ, തായങ്കരി, പായപ്പാടൻ, അതുവരെയാണ് ചുണ്ടൻവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളുള്ള 5 ഹീറ്റ്സുകൾ നടക്കാൻ പോവുകയാണ്. അത് ആദ്യ ഹീറ്റ്സിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു. സമയം 3 മണി എന്നതാണ് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഒരു അല്പം അരമണിക്കൂറോളം ഇനിയൊരു 15 മിനിറ്റെങ്കിലും വേണ്ടി വരുമെന്ന് തോന്നുന്നു പിന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മത്സരം ആരംഭിക്കാൻ. ഇവിടുത്തെ മാസ്റ്ററിൽ അതിമനോഹരമായിരുന്നു. എല്ലാവരും വളരെ ആവേശകരമായി ആ നിമിഷത്തിന് സാക്ഷിയായിരുന്നു. പക്ഷേ അത് അത്യപൂർവമായ കാഴ്ചകൾ, ലോകത്തെ തന്നെ അത്യപൂർവമായ ഒരു കാഴ്ചകളായിരിക്കും ജലമേളയോടനുബന്ധിച്ച് ഇത്തരത്തിലൊന്ന്. അത് ഏറ്റവും മനോഹരമായി സംഘടിപ്പിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ 10 കോടി രൂപ ഇത്തവണ സർക്കാർ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് നൽകി എന്നതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രിമാരൊക്കെ അവിടെ സംസാരിച്ചു. മന്ത്രി PM മുഹമ്മദ് റിയാസാണ് ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. കൃഷിമന്ത്രി അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. സിംബാബ്വേയിൽ നിന്നുള്ള രാഷ്ട്രപ്രതിനിധി ഈ നമ്മുടെ ഒരു അതിഥിയായി എത്തി. അദ്ദേഹത്തിന് ആദരവ് അർപ്പിക്കുന്ന ചടങ്ങ് കൂടി വളരെ രസകരമായിരുന്നു. തുഴ ഉയർത്തിയും സൈഡിലേക്ക് ചിരിച്ചു പിടിച്ചുമൊക്കെ സല്യൂട്ട് നൽകുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു. അതിനുശേഷം പിന്നെ ഒട്ടും താമസിയാതെ എല്ലാ ചുണ്ടൻവള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പാഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയൊരു കൂടി ഒന്നല്ല ഒരു 20 മിനിറ്റിനകം, എനിക്ക് തോന്നുന്നു രഘുവിന് അത് കുറച്ചുകൂടി പറയാൻ കഴിയും, ഒരു 20 മിനിറ്റിനകം തന്നെ നമുക്ക് മത്സരങ്ങൾ അതിൻ്റെ ആ ഒരു ചൂടിലേക്ക്, നമ്മൾ ഈ വെള്ളത്തിലാണെങ്കിലും അതിൻ്റെ ഒരു എന്താ പറയുക തീപ്പൊരിയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. പ്രതീക്ഷ